നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് തോരൻ ഒന്ന് ട്രൈ നോക്കിയേ, അടിപൊളിയായിരിക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ടും മുട്ടയും കൂടെ കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ മുട്ട ഇഷ്ടമുള്ള കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ബീട്രൂട്ടും മുട്ടയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടനെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 നാടൻ കോഴിമുട്ടയും ഒരിച്ചിരി വലിയ ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടുമാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഈ ബീട്രൂട്ടിന് നല്ലപോലെ കൊത്തി എരിഞ്ഞെടുക്കണം. ഇപ്പോൾ കൊത്തി എരിയാൻ മടിയാണെങ്കിൽ നിങ്ങൾക്കൊരു വെജിറ്റബിൾ ചോപ്പറിനകത്തിട്ട് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് ഇതുപോലെ കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് എടുത്താൽ മതിയാവും. നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകും 2 അല്ലി കറിവേപ്പിലയും ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഈ തേങ്ങ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ കൂടിപ്പോകാൻ നോക്കുക, തേങ്ങ കൂടി നിന്നാൽ തേങ്ങയുടെ ഒരു ചവ വരും. അപ്പം ഞാൻ ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു അല്ലി കറിവേപ്പില, പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പച്ചമുളക്, പിന്നെ ഇതിലോട്ട് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കുനുകുന അരിഞ്ഞു വെച്ച ബീട്രൂട്ടിലോട്ട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പരയ്ക്കുമ്പം ഇത് നല്ല രീതിയിൽ അങ്ങ് അരഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് 2 വട്ടം ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഈ അരപ്പിനോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ സവാള ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, പകരം നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്കിനി കൈ കൊണ്ട് ഇതിനെ നല്ല രീതിയിൽ ഞവടി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഞവടി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പിലൊരു കടായി വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടാകുമ്പോൾ നമുക്കതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടൊരു 4-5 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ബീട്രൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നേരത്തെ നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കണം. ഈ എണ്ണയും ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ ഒരു 30 സെക്കൻഡോളം ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി പൊക്കി ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റോടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിനകത്ത് ഇനി എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിപ്പോകത്തക്ക രീതിയിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നടുക്കായിട്ടൊരു വട്ടം ഉണ്ടാക്കിയിട്ട് ഇതുപോലൊരു വട്ടം ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നാടൻ മുട്ടയാണ്. 2 പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനൊപ്പം നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, കുറച്ച് മതി, കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് ഇളക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മളിനി പതിയെ ഈ ബീട്രൂട്ടും മുട്ടയും മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറുന്നവരെ ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോഴും നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരനോടെ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചൂടായിട്ട് തന്നെ കഴിക്കണം, എന്നാലേ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.